ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്കിൻ കെയറിൽ ഒരുപാട് കെയർ ചെയ്യാറുണ്ട് അല്ലേ, ശ്രദ്ധിക്കാറുണ്ട്. അതേപോലെ തന്നെ ഹെയർ കെയറും നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഹെയർ കെയർ എസ്പെഷ്യലി നന്നായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൻ്റെ ചർമ്മമില്ലേ, പെട്ടെന്ന് ചുളിവ് വരുന്ന ഒരു സ്ഥലമാണ് അല്ലേ. നമ്മുടെ കൈ പെട്ടെന്ന് ചുളിവ് വീഴുകയും ഏറ്റവും കൂടുതൽ നമുക്ക് ഏജിനെ പുറത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് കയ്യിൽ ചുളിവ് വീഴുക. നമ്മൾ പലപ്പോഴും സാരിയൊക്കെ ഉടുക്കുമ്പോൾ കയ്യിൽ ചുളിവുണ്ടെന്നുണ്ടെങ്കിൽ മുന്താണിയുടെ അടിയിൽ ഇങ്ങനെ പിടിക്കാൻ ശ്രദ്ധിക്കാറില്ലേ? ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്കറിയാവുന്ന ഒരാൾ അമ്പലത്തിൽ പോയി പ്രസാദം വാങ്ങാനായിട്ട് കൈ നീട്ടാനായിട്ട് വിഷമിച്ചിട്ടുണ്ട് കയ്യിൻ്റെ ചുളിവ് കാരണം. പക്ഷേ ഫേസിലോ കഴുത്തിലോ ഒന്നും അധികം ചുളിവുകളൊന്നുമില്ല. പക്ഷേ കയ്യിൽ ചുളിവുകൾ ഉണ്ടായിട്ട് ഇതുപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. നമ്മൾ പാത്രം കഴുകുമ്പോഴും ഒക്കെ നമ്മളുടെ ഡിഷ് വാഷിൻ്റെ ഒരു പ്രസൻസ്, ഡിഷ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ടും തുണി നനയ്ക്കുന്നത് കൊണ്ടും പല കാര്യങ്ങൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മളാണ് നമ്മളുടെ വീടിൻ്റെ സ്വിച്ച് അല്ലേ, ഓൺ ആൻഡ് ഓഫ് നമ്മൾ തന്നെയാണ്, ലേഡീസാണ്. അപ്പോൾ നമ്മളുടെ കൈപ്പെടാതെ ഒരു കാര്യങ്ങളും വീട്ടിൽ നടക്കത്തില്ല. ഇനി എത്ര തന്നെ നമ്മൾ ലേഡീസ് മുന്നോട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ മുന്നോട്ട് തന്നെ, പക്ഷേ പല കാര്യങ്ങളിലും നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ ഓടണമെങ്കിൽ നമ്മൾ തന്നെ ചെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൻ്റെ സ്കിന്ന് കൂടെ ഒന്ന് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. നീട്ടി നഖമൊന്നും വളർത്തിയില്ലെങ്കിലും കൈക്ക് ചുളിവൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ട് കൈ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഒരു വലിയ സൗന്ദര്യത്തിൻ്റെ ഒരു അടയാളമാണ്. നമ്മൾക്കിന്ന് കൈയിൻ്റെ ചുളിവുകൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. നമുക്കിന്ന് കൈയുടെ സ്കിന്നിനെ എങ്ങനെ ഏജ് വരാതിരിക്കാനായിട്ട് നോക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മളുടെ കാലിലും ചെയ്യാവുന്നതാണ്. ഞാൻ കൈയെ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇന്ന് കൈയാണ് നമ്മുടെ സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ കൈയിനെക്കുറിച്ച് സംസാരിക്കുന്നത്. കയ്യിലൊക്കെ ചുളിവ് വീഴാതിരിക്കാനായിട്ട് ഡെയിലി നമ്മൾ മസാജ് ചെയ്യുകയും അല്ലെങ്കിൽ കൈ കുറച്ചൊന്ന് ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കൈയ്ക്ക് ചുളിവൊന്നും വീഴാതിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഏജ് ആകുമ്പോൾ കൈ ഇങ്ങനെ പിടിക്കാനും പല സാധനങ്ങൾ പിടിക്കാനും നമുക്ക് പുറകിലോട്ട് കൈ ഇങ്ങനെ എടുക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാകും. അതിനൊക്കെയും ചില എക്സസൈസുകളൊക്കെ ഉണ്ട്. അത് വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാനിടാം. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് കൈയിൻ്റെ ചർമ്മം എങ്ങനെ ചുളുങ്ങാതെ നോക്കാം എന്നുള്ളതാണ്. നമുക്ക് വീഡിയോ കണ്ടിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. കൈയിൻ്റെ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്യുക്കുംബർ ആണ്. ക്യുക്കുംബർ എങ്ങനെയാണ് നമ്മുടെ റിങ്കിൾസ് കുറയ്ക്കുന്നതെന്ന് നോക്കാം. ക്യുക്കുംബർ നമ്മുടെ കൈയുടെ സ്കിന്നിന് ഡീപ്പ് ഹൈഡ്രേഷൻ തരികയും ക്യുക്കുംബറിനകത്തുള്ള വിറ്റാമിൻ സി നമ്മളുടെ കൈക്ക് നല്ല കളർ തരികയും ഇത് നല്ല കൊളാജിൻ ബൂസ്റ്റർ കൂടിയാണ്. ക്യുക്കുംബറിനകത്തുള്ള സിലിക്ക നമ്മുടെ സ്കിന്നിന് ഫേംനെസ് തരും. അതാണ് നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് കുറയ്ക്കുന്നത്. ക്യുക്കുംബർ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് പാച്ചസിനെ കുറയ്ക്കുകയും നമ്മുടെ കൈയിനെ സൂത്ത് ചെയ്യുകയും ഹീൽ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതാണ്. നമ്മൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ക്യുക്കുംബർ. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യുക്കുംബർ നമ്മൾക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുത്ത് അതിന്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. നമ്മൾ ഇന്ന് 2 റെസിപ്പിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇടാനായിട്ട് ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കാം. മോയ്സ്ചറൈസർ ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് വേണ്ടത് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ നമ്മുടെ സ്കിന്നിനെ ഫേം ആക്കി വെക്കാനും കളർ തരാനും യുവത്വത്തിനെ കാത്തു സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യുക്കുംബർ വാട്ടറിൽ നിന്ന് ഹാഫ് മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. ഹാഫ് കൊണ്ട് നമ്മൾ ഒരു നല്ല ഹാൻഡ് വാഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ക്രീം ഉണ്ടാക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക ആ കോൺഫ്ലോറും ക്യുക്കുംബർ വാട്ടറും കൂടെ. അത് കഴിഞ്ഞ് നമുക്കിതിനെ ഒന്ന് ചെറിയ തീയിലിട്ട്, ആദ്യം വലിയ തീയിലിടുക, എന്നിട്ട് പെട്ടെന്ന് തന്നെ ചെറിയ തീയിലോട്ടാക്കി ചെറിയ തീയിലിട്ട് നമുക്കിതിനെ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വരുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരുപാട് തിക്കാകാൻ നിൽക്കേണ്ട, ചെറുതായിട്ട് ഒരു ക്രീമി കൺസിസ്റ്റൻസി മതിയാകും. കാരണം കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് കൈക്ക് അബ്സോർവ് ചെയ്യാൻ എളുപ്പം. പ്രത്യേകിച്ച് ആന്റി ഏജിങ് സ്കിൻ കെയറിൽ എല്ലാം തന്നെ കുറച്ച് ജെൽ ഫോമിലും ലൂസായിട്ടും ഇരിക്കുന്നതാണ് നമ്മുടെ കൈക്ക് കുറച്ച് നല്ല പെട്ടെന്ന് ഈസി ആയിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത്. നമുക്കിതിനെ കുറച്ചു നേരം റൂം ടെമ്പറേച്ചറിലേക്ക് വരാനായിട്ട് വെക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ദിവസവും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക. ഇതിലേക്ക് നമുക്ക് ജോജോബ ഓയിൽ ഒഴിക്കാം. അത് ഞാൻ ഒഴിക്കുന്നത് ഒരു 2-3 മില്ലിയോളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ജോജോബ ഓയിൽ നമ്മുടെ സ്കിന്നിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുകയും സ്കിന്നിന് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് തരികയും ചെയ്യുന്ന ഒന്നാണ് ജോജോബ ഓയിൽ. നമ്മുടെ സ്കിന്നിനെ അത്രയ്ക്കും ലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ജോജോബ ഓയിൽ. നമുക്ക് ഇതിനെ ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റാം. എന്തെങ്കിലും ചെറിയ ബ്രഷ് കൊണ്ട്
നമ്മുടെ കൈയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 2 കൈയിലും മാറി മാറി അപ്ലൈ ചെയ്യണം. ഞാൻ ഒരു കൈയാണ് കാണിക്കുന്നത്, ഒരു കൈ എനിക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ. ഇതൊരു 35 മിനിറ്റ്സ് കയ്യിൽ വെച്ചേക്കുക. ദിവസവും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് 35 മിനിറ്റ്സ് കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് ആന്റി ഏജിങ് ഓയിൽ വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല റിസൾട്ട് തരാൻ സഹായിക്കും. നമ്മുടെ അടുത്ത റെസിപ്പിയിലേക്ക് പോകാം. ഹാൻഡ് വാഷ് ആണ് നമ്മുടെ എല്ലാവരുടെയും എനിമി. നമ്മുടെ ഹാൻഡിന്റെ സ്കിൻ പോകുന്നതിൽ ബാക്കി വെച്ചിരിക്കുന്ന ക്യുക്കുംബർ ജ്യൂസ് വെച്ചിട്ട് ഞാനിവിടെ ഒരു സോപ്പ് ബേസ് പോലെ ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അധികം സോപ്പ് ഇല്ലാത്ത, എന്നാൽ അലോവേറ ജെല്ലും ക്യുക്കുംബർ ജ്യൂസും കൂടെ ഉള്ള ഒരു മിക്സ് ആണിത്. നമ്മൾക്ക് ഇതിനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് ഉരുക്കിയെടുക്കാം. വെള്ളം ഒന്ന് ചൂടായിട്ട് ഇറക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടുന്നതാണ്. അധികം സോപ്പ് ബേസ് ഇല്ലാതെ അലോവേറയും ക്യുക്കുംബർ ജ്യൂസും ഷിയ ബട്ടറും ഒക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്കിതിനെ ഒന്ന് ഉരുക്കിയെടുത്തിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ഇതുപോലെ എസ്തെറ്റിക് ആയിട്ട് ചെയ്യണമെന്നില്ല. എൻ്റെ കയ്യിൽ ഇതൊക്കെ ഉള്ളത് കാരണം ഞാൻ എസ്തെറ്റിക് ആയിട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ സോപ്പ് ബാർ പോലെയും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഇതൊരു സോപ്പ് മോൾഡാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് ത്രെഡ് ഇങ്ങനെ കോർത്ത് വെക്കുകയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ക്യുക്കുംബർ വാട്ടർ അതിലേക്ക് ഒഴിക്കാം. ഈ ത്രെഡ് അതിൽ നിന്നും ആ സോപ്പ് അടർത്തിയെടുക്കാനുള്ള എളുപ്പത്തിനും നമ്മൾ വിചാരിക്കുന്ന ഹാൻഡ് വാഷ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കാനും വേണ്ടിയാണ്. ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്യുക്കുംബർ വാട്ടറിന്റെ ബേസ് ഒഴിക്കാം. ഏകദേശം ഒരു ഓവർഫ്ലോ ആകുന്ന പോലെ തന്നെ ഒഴിക്കണം. ഇത് ആക്ച്വലി ഐസ് ട്രേ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഐസ് ഉണ്ടാക്കി പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കുറച്ച് ഓവർഫ്ലോ ആകുന്ന പോലെ തന്നെ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ ലിഡ് വെച്ചിട്ട്, നമ്മൾ കോർത്ത നൂല് വെച്ച ആ ലിഡ് വെച്ചിട്ട് പ്രസ് ചെയ്തൊന്ന് വെക്കണം. പ്രസ് ചെയ്ത് വെച്ച് ഒരു 1 hour കഴിഞ്ഞ് നമ്മൾക്ക് തുറന്നു നോക്കുമ്പോഴേക്കും അതിങ്ങനെ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും. പതുക്കെ തുറന്നു നോക്കാം നമുക്ക്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട്, ഒന്നുപോലും പൊട്ടിപ്പോകാതെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് അടർത്തിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് കിറ്റ് ഉണ്ടാക്കാം. ഞാൻ അതിനെ എല്ലാത്തിനെയും കൂടെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒന്നിച്ച് കെട്ടി ഒരു ഗ്രേപ്പിന്റെ ബഞ്ച് പോലെ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ ഹാൻഡ് വാഷ്. ഏകദേശം 30 നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ത്രെഡ് എല്ലാം കൂടെ ഒന്നിച്ച് കെട്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള, നമുക്ക് സൗകര്യത്തിന് പോലെ ഇതുപോലെ കെട്ടി ഒരു ഹുക്ക് പോലെ ഉണ്ടാക്കിയിട്ടാൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ കൈ കഴുകുന്ന ടാപ്പിന്റെ അവിടെയോ എവിടെയൊക്കെയാണ് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നത് അവിടേക്ക് ഇത് ഹാങ് ചെയ്തിടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വാഷ് ചെയ്യുമ്പോൾ കൈ നനച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതിയാവും. നമ്മളുടെ ആ ഒരു അത്രയ്ക്ക് സോഫ്റ്റ് ആണത്. നമ്മളുടെ കൈ വാഷ് ചെയ്യാൻ ഇനഫ് ആയിട്ടുള്ള അതിൽ നിന്നും സോപ്പ് നമുക്ക് കിട്ടും. സോപ്പ് വളരെ കുറവാണ് അതിൽ. നമ്മളുടെ ഹാൻഡിനെ സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും റിങ്കിൾ ഫ്രീ ആക്കാനുമുള്ള ഒന്നാണ് ഇത്. ഇങ്ങനെ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള റിങ്കിൾസ് പെട്ടെന്ന് തന്നെ പോകുന്നതാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാവരുടെയും വീട്ടിൽ ക്യുക്കുംബർ കാണും, അല്ലെങ്കിൽ നിയർ ബൈ ഷോപ്പിൽ ഉറപ്പായിട്ടും ക്യുക്കുംബർ കിട്ടും. നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ കൈ കഴുകുന്ന സോപ്പ് അത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി നോക്കാം. കൈ കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് അല്ലെങ്കിൽ വാഷ് ചെയ്യാൻ എടുക്കുന്ന ഡിറ്റർജൻറ്റ് ഇതൊക്കെയും കുറച്ച് കെമിക്കൽ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലെ ചുളിവുകൾ നമ്മൾക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴും പറ്റുവാണെന്നുണ്ടെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്ത് പാത്രമൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിലും വളരെ നല്ലതാണ്. ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ തന്നെ, ഡിഷ് വാഷർ മെഷീൻ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എപ്പോഴും നമുക്ക് ഒരു പാത്രവും വെള്ളവും സോപ്പും കൈയുമായിട്ടൊക്കെ എപ്പോഴും ഒരു ടച്ച് വരുന്നതാണ്. വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും എവിടെ ആണെങ്കിലും അല്ലേ. അപ്പോൾ മാക്സിമം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെയാണ് ഫേസിനും. കൈയിൻ്റെ ചർമ്മം പെട്ടെന്ന് തന്നെ പുറത്ത് കാണുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഏജ് തോന്നുന്ന ഒരു ഭാഗമാണ് ഈ കൈയിൻ്റെ ചർമ്മം എന്നൊക്കെ പറയുന്നത്, അല്ലെ കാലിൻ്റെ ചർമ്മം എന്നൊക്കെ പറയുന്നത്. അത് കുറച്ചൊക്കെ ഒന്ന് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ടും നമുക്ക് ഈ ചുളിവുകളൊക്കെ മാറ്റാൻ പറ്റും. ചെറുതായിട്ട് നമ്മുടെ ആൻറ്റി ഏജിങ് ഓയിൽ എടുത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ്. ഇങ്ങനെയാണ് കൈ മസാജ് ചെയ്യേണ്ടത്. ഒരു കൈക്കുള്ളിൽ ഒരു കൈ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൈയിൻ്റെ ചുളിവുകളും, ഇത് വേദനയ്ക്കും നല്ലതാണ്. നിറയെ പേർക്കും കുറച്ച് ഏജ് ആകുമ്പോൾ ഈ മുട്ടിനൊക്കെ ഇങ്ങനെ വേദന കാണത്തില്ലേ? എനിക്ക് ഫീവർ വന്നപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഇങ്ങനെ വേദന. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഓയിൽ ഉപയോഗിച്ച്, വെറും കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ കൂടെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഫിംഗറൊക്കെ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. സോ ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ ഒരു ആർട്ട് ഓഫ് ലിവിങ് ആണ്. നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. എങ്ങനെ ജീവിച്ചാലും അറ്റ് ദ എൻഡ് വരേക്കും നമ്മൾ പോയേ പറ്റുള്ളൂ അല്ലേ? ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഒരു ദിവസം വരെ നമ്മൾ പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പോകുന്ന വഴികൾ അല്ലെ പോകുന്ന ആ ഒരു ജേർണി ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുപോവുക എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ മാത്രം മതി. ഒരുപാട് പേര് എന്നോട് സംസാരിക്കാറുണ്ട്, ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എനിക്കതൊക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത്രയും പേര് ഇതിനെക്കുറിച്ച് അവെയർ ആണെന്നുള്ളതാണ്. കെമിക്കൽ ഫ്രീ എന്നുള്ളതിനെ കാര്യത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾക്കും അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച്, സെൽഫ് കെയറിനെക്കുറിച്ച്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. സെൽഫ് കെയറിനെ കുറിച്ച് എല്ലാവരും ബോധേഡാണ്, എല്ലാവരും അവെയറാണ്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഒരിക്കലും നമ്മുടെ ഹെൽത്തിനെ കുറിച്ചും ബോധരാകാതിരിക്കരുത്. ഹെൽത്തിനെ കുറിച്ചും കൂടെ ഒന്ന് ബോധരാകുക. ചെറുതായിട്ടുള്ള എക്സസൈസ് ഒക്കെ ഒന്ന് ചെയ്യുക. ഒരു ½ ഡെയിലി ചെയ്താൽ മതി. നമ്മൾ സ്കിൻ കെയറിന് ഒരു ½ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി കെയറിനും ഒരു ½ എടുക്കുക. ചെറുതായിട്ടൊന്ന് വാക്കിംഗ് പോവുക. ഞാൻ എപ്പോഴും പറയും, ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒന്ന് വാക്കിംഗ് പോവുക. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സമയമാണത്. നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എങ്ങനെയാണെന്നും നിങ്ങളുടെ ഇമോഷൻസ് എന്താണെന്നും, അതായത് നമ്മൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾക്ക് നമ്മളെ മനസ്സിലാകുക എന്നുള്ള ഒരു കാര്യമുണ്ട്. നിറയെ പേർക്ക് അവരൊക്കെ അവരെ തന്നെ മനസ്സിലാകത്തില്ല. നമ്മൾക്ക് നമ്മളെ തന്നെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ എന്താണ്, നമ്മൾക്ക് എപ്പോഴാണ് ദേഷ്യം വരിക, നമ്മൾക്ക് എന്താണ് ഇറിറ്റേഷൻ ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്യുക, എന്തൊക്കെയാണ് ഹേർട്ട് ചെയ്യുക, നമ്മളുടെ സന്തോഷം എന്താണ്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്. ഏറ്റവും കൂടുതലായിട്ട് ഒരാൾക്ക് ആ ആളിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ലോകത്തിൽ ജീവിച്ചു പോകാനും സക്സീഡ് ആവാനും ഭയങ്കര എളുപ്പമാണ്. വീക്ക്നെസ് എന്ന് പറയുന്നത് പലതും കാണും അല്ലേ? ഇപ്പം എനിക്ക് എൻ്റെ വീക്ക്നെസ് എന്താണെന്ന് എനിക്ക് മാത്രമാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയാവുന്നത്. ഒരാൾക്കും എൻ്റെ കൂടെ എത്ര നാൾ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും, എത്രയാണെന്ന് പറഞ്ഞാലും, ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ കൂടെ നമ്മൾക്കാണ് നമ്മുടെ വീക്ക്നെസ് ഏറ്റവും കൂടുതൽ അറിയാം. അപ്പം നമ്മളെക്കുറിച്ച് നമ്മൾ കുറച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മളുടെ സൗന്ദര്യം നമ്മൾക്ക് എങ്ങനെ വെക്കണമെന്നോ, നമ്മൾക്ക് ഏത് ഡ്രസ്സ് മാച്ചാവും. ലോകത്തിൽ ഒരുപാട് ഡ്രസ് കോസ്റ്റ്യൂംസ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഏത് കോസ്റ്റ്യൂമാണ് മാച്ചാകുക എന്നുള്ളതിനനുസരിച്ച് നമ്മൾ ഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഭംഗിയാണ്. എല്ലാ കോസ്റ്റ്യൂംസും നമ്മൾക്ക് ചേരണം എന്നുണ്ടോ? ഇല്ല. നമ്മളുടെ ബോഡി മനസ്സിലാക്കുക, നമ്മളുടെ ബോഡിയുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ഡ്രസ്സ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾക്ക് ഏതൊക്കെ സൗന്ദര്യ സംരക്ഷണം നമ്മൾക്ക് ചേരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട്, ഇതൊക്കെ ബ്രില്യൻസിയുടെ ഒരു ഭാഗമാണ്. എന്ന് വെച്ച് അങ്ങേയറ്റം പഠിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. ബ്രില്യൻസി എന്ന് പറയുന്ന പഠിത്തമല്ല, അതെല്ലാവർക്കും അറിയാം. അങ്ങനെ സിറ്റുവേഷൻസിനെ മനസ്സിലാക്കി, നമ്മളുടെ ബോഡിയെ മനസ്സിലാക്കി, മൈൻഡിനെ മനസ്സിലാക്കി, നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മളുടെ കോൺഫിഡൻസ് ആണ്. നമ്മൾ ലൈഫിനെ ഒരു ആർട്ട് പോലെ കൊണ്ടുപോകുന്നു. ആർട്ട് ഓഫ് ലിവിങ് ആണ് നമ്മൾ സെൽഫ് കെയർ, നമ്മുടെ സ്കിന്നിൻ്റെ കെയർ, നമ്മുടെ ഹെയറിൻ്റെ കെയർ. ഇതൊക്കെയും നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ മനസ്സിലാക്കുക എന്നുള്ളത്. നമ്മൾ എവിടെയാണ് റിയാക്ട് ചെയ്യുന്നത്? കാരണം വണ്ണം വയ്ക്കുമ്പോഴാണോ, നമ്മുടെ സ്കിന്ന് ഡള്ളാകുമ്പോഴാണോ, നമ്മുടെ ഫേസിൽ ചുളിവുകൾ വീഴുമ്പോഴാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഏജ് മുന്നോട്ട് പോകുമ്പോഴുള്ള ആങ്സൈറ്റി മൂലമാണോ നമ്മൾ ആവശ്യമില്ലാതെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ? നിറയെ സ്ഥലത്തും നോക്കിയാൽ അറിയാം, നമ്മൾ എപ്പോഴാണ് നമ്മൾ ടെമ്പർ ലൂസ് ആകുന്നത്? ചിലപ്പോൾ വണ്ണം വയ്ക്കുമ്പോൾ, ചിലപ്പോൾ സ്കിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ മുഖത്തിന് ചുളിവുകൾ വീഴുമ്പോൾ, ഹെയർ ലോസ് വരുമ്പോൾ, കൈ ഭംഗിയില്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വേറൊരാൾ നമ്മളെ കൈയിനെ കുറിച്ച് എന്തെങ്കിലും പറയുമോ, കൈയൊക്കെ ചുളുങ്ങിയല്ലോ എന്ന് പറയുമോ, അല്ലെങ്കിൽ നമ്മൾക്ക് വേറൊരാളുടെ കൈ കണ്ടിട്ട് നമുക്ക് ഡിസ്റ്റർബ് ആകുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? മനസ്സിൽ ഉറുതി വേണമെന്ന് പറയും. നമ്മൾ മനസ്സിൽ കോൺഫിഡൻ്റ് ആയിട്ട് വിചാരിക്കുക, എന്നെ കൊണ്ട് ഇതൊക്കെ മാറ്റി എൻ്റെ കൈയിനെയും ഫേസിനെയും മുടിയൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ മതി. ഓക്കെ, പറ്റും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് ഡിസൈഡ് ചെയ്യുക. ആ ഡിസൈഡ് ചെയ്യുന്നിടത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുക.
നമ്മൾ സ്കിൻ കെയർ ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് വലിയ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ആ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം, യെസ് അതാണ് മലയാളം, മനസ്സിലൊരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം. ഇവിടെ മനതിൽ ഉറുതി വേണ്ടും എന്ന് പറയും. ഈ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടാകത്തോടെ നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് നമ്മളുടെ കയ്യിലുണ്ടായ ചുളിവുകളും എന്ന് വെച്ച് 1 ദിവസം 2 ദിവസം 3 ദിവസം കൊണ്ടൊന്നും അല്ല ഞാൻ പറയുന്നത്. മേ ബി 3 months എടുക്കാം, മേ ബി 6 months എടുക്കാം, മേ ബി 1 year എടുക്കാം. സോ വാട്ട്, അതിലൊന്നുമില്ല. ഈ 1 year ഒക്കെ എന്ന് പറയുന്നത് ഒന്നുമല്ല, അതങ്ങ് പോകും. നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുമ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റും നമ്മുടെ കൈ ബ്യൂട്ടിഫുൾ ആവുന്നു, നമ്മുടെ ഫേസ് ബ്യൂട്ടിഫുൾ ആവുന്നു, നമ്മുടെ ഫേസിലുള്ള ചുളിവുകൾ മാറുന്നു, ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെയും നിങ്ങൾ തന്നെ അറിയാതെ ഒരു ദിവസം ഒബ്സർവ് ചെയ്യും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കരമാണ്. അവിടെ വിടരുത്. അവിടുന്ന് വീണ്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം. അങ്ങനെ സ്ലോലി മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, മറ്റുള്ളവർക്ക് ലൈഫിൽ വീട്ടിലുള്ളവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എല്ലാം കൊണ്ടുപോവുക. ലൈഫിനെ അടിപൊളിയായിട്ട് കൊണ്ടുപോവുക. സെൽഫ് ലവ് ചെയ്യുക. ഓക്കെ, സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് ആണ് ഏറ്റവും വലുത്. അത് റെസ്പെക്റ്റ് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മൾ എങ്ങനെ ആയിരിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ, നമ്മളുടെ ഇമേജ് എന്തായിരിക്കണം. ഇമേജ് മീൻസ് ക്യാരക്ടർ വൈസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിങ് സെൻസിലുണ്ട്, നമ്മളുടെ എല്ലാ പേഴ്സണാലിറ്റി, എവറിത്തിങ്. പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത് പറയാൻ പോയാൽ കുറേ പറയേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് എല്ലാവരുടെ ലൈഫിലും ഒരു ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ടച്ച് ഉണ്ടാവട്ടെ. മെലോഡിയസ് സോങ് പോലെ നല്ല അടിപൊളിയായിട്ട് ലൈഫ് വരട്ടെ. എല്ലാവർക്കും സ്കിൻ കെയർ ചെയ്യാൻ പറ്റട്ടെ. എല്ലാവർക്കും നല്ല സ്കിൻ ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും പകുതി ചെയ്തിട്ട് ഇട്ടിട്ട് പോയേക്കരുത്. ഫുള്ള് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എന്നെയും നിങ്ങളുടെ കൂടിയ കുട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും, നിങ്ങൾ തരുന്ന റെസ്പെക്റ്റിനും, നിങ്ങൾ തരുന്ന ഒരു വെൽക്കമിങ്, നമ്മളുടെ പ്രോഡക്ട്സിന് തരുന്ന ഒരു വെൽക്കമിങ്ങിനും എല്ലാത്തിനും ഒരുപാട് സന്തോഷമുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ വീഡിയോയിലും കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടന്റുമായി കാണുന്നവരെ ടേക്ക് കെയർ.